ഫീബ ഇന്ത്യ അവതരിപ്പിക്കുന്ന വീട്ടുകാര്യം എന്ന പരമ്പരയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളത് ആയിരിക്കണം. അതാണ് ഈ വീട്ടുകാര്യം എന്ന ഈ പരമ്പരയുടെ ഉദ്ദേശം. ഈ പരിപാടി കേൾക്കുന്ന നിങ്ങളുടെയും കുടുംബം സന്തോഷമുള്ളതായി തീരട്ടെ. കഴിഞ്ഞ എപ്പിസോഡിൽ നാം കേട്ടത് കുടുംബത്തിൽ പുരുഷൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് തീരുമാനങ്ങൾ എടുക്കുവാൻ പുരുഷനാണ് ഉത്തരവാദിത്തമുള്ളത്. തീരുമാനങ്ങളുടെ തലയാണ് പുരുഷനെന്നാണ് പറയുന്നത്. മറ്റെന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് പുരുഷനെ സംബന്ധിച്ച് കുടുംബത്തിലുള്ളത്? പുരുഷൻ്റെ ഉത്തരവാദിത്തങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ, ഉത്തരവാദിത്തങ്ങൾ വേണ്ട എന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ദുഃഖകരമെന്ന് പറയട്ടെ, പല ആളുകളും അതാണ് ചെയ്യുന്നത്. തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക, വേണ്ട സമയത്ത് കുടുംബത്തിന് നേതൃത്വം നൽകാതിരിക്കുക, ഇതൊക്കെ എളുപ്പമാണ്. പുരുഷനത് ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടും കൂടിയാണ് ബൈബിളിൽ പുരുഷൻ തലയാണെന്നും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്നും പറഞ്ഞിരിക്കുന്നത്. സ്വതവേയുള്ള ടെൻഡൻസി ഇത് വേണ്ടെന്ന് വെക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ കാര്യം നേടാൻ വേണ്ടി മാത്രം, നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രം ഞാൻ തലയാണ്, ഞാനാണ് ഇവിടുത്തെ ഭർത്താവ് എന്നൊക്കെ പറയും. പക്ഷേ ഉത്തരവാദിത്തങ്ങൾ ഒഴിവാക്കണം. അത് ശരിയല്ല. അതുകൊണ്ട് നമ്മൾ പുരുഷൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. പുരുഷൻ്റെ ഉത്തരവാദിത്തം ഇതൊക്കെയാണ് എന്ന് നിങ്ങളിൽ ചിലരൊക്കെ സ്ത്രീകളാണ്, നിങ്ങൾ കേൾക്കും. അപ്പോൾ ഇത് വെച്ച് ഭർത്താവിനോടൊന്ന് പ്രസംഗിക്കാം എന്ന് ചിന്തിക്കരുത്. അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യാനാണ് സാധ്യത. എന്നാലും ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്ന് വേണമെങ്കിലും ഒന്ന് പറയാം. ഒരു ഡിസ്ക്ലെയിമറായിട്ട് പറയാം. ഞാനതൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇന്ന് കുടുംബത്തെ നയിക്കുന്നതിനെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരാൾ തലയാണെങ്കിൽ ആ ആളാണ് കുടുംബം ഏത് നിലയിൽ, ഏത് ദിശയിലാണ് പോകേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്, ലീഡ് ചെയ്യുന്നത്. ഈ റോളിനൊരു കുഴപ്പമുണ്ട്. ഇത് ഒരാൾക്കേ ചെയ്യാൻ നോക്കൂ. ഇത് നമ്മുടെ കാർ ഓടിക്കുന്ന ഡ്രൈവറെ പോലെയാണ്. ഇപ്പം നിങ്ങൾ കണ്ടു കാണും, നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ പ്രസിഡൻറ്റ് വരും. ഇന്ത്യൻ പ്രസിഡൻറ്റ് വരുമ്പോൾ ശ്രീമതി മുർമു ആണല്ലോ, അവർ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ആ കാറിൽ ഒരു ഡ്രൈവറുണ്ട്. കാര്യം പ്രസിഡൻ്റാണ് പുറകിലിരിക്കുന്നത്. പക്ഷേ ആ കാർ എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് ആ ഡ്രൈവറാണ്. ആ ഡ്രൈവർ പ്രസിഡൻറ്റിൻ്റെ അത്രയും ക്വാളിഫൈഡ് അല്ല. അതിൻ്റെ 10-1 ക്വാളിഫിക്കേഷനേ കാണുള്ളൂ. അത്രയും ബഹുമാനം ഒരു പക്ഷേ പബ്ലിക് അയാൾക്ക് കൊടുക്കുന്നില്ലായിരിക്കും. പക്ഷേ ആ കാറിൻ്റെ സേഫ്റ്റിയാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ അയാൾ ചെയ്യുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണെന്നും അതിൽ വേറെ ആരും കൈ കടത്തരുതെന്നും നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കണം. അപ്പോൾ ഒരാൾക്ക് മാത്രമേ ഒരു കാറിൻ്റെ ഡ്രൈവറായിരിക്കാൻ പറ്റുള്ളൂ. അയാൾക്ക് വേണമെങ്കിൽ വഴി പറഞ്ഞു കൊടുക്കാം, പക്ഷേ അയാൾ ചെയ്യുന്ന കാര്യം അയാൾ തന്നെ ചെയ്യണം. കുടുംബത്തിൽ ഒരു പുരുഷൻ ആണ് കുടുംബത്തെ നയിക്കേണ്ടത്. നയിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ വണ്ടി ഓടിക്കുന്ന ഉദാഹരണം പറഞ്ഞതുകൊണ്ട് ഞാനത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വണ്ടി ഓടിക്കുമ്പോൾ ഒരു സെക്കൻഡ് കഴിയുമ്പോൾ, 2 സെക്കൻഡ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ 3 സെക്കൻഡ് കഴിയുമ്പോൾ വണ്ടി എവിടെയായിരിക്കും എന്ന് നമ്മുടെ മനസ്സിലൊരു കണക്കുകൂട്ടലുണ്ട്. അതാണ് ഡ്രൈവിങ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ബ്രേക്ക് പിടിക്കുന്നു, ആക്സിലേറ്റർ കൊടുക്കുന്നു. ഞാൻ ഈ സ്പീഡിൽ പോയാൽ 5 സെക്കൻഡ് കഴിയുമ്പോൾ എൻ്റെ വണ്ടി എവിടെയായിരിക്കും നമുക്കൊരു ഐഡിയ. അത് നമ്മൾ അളന്നൊന്നുമല്ല പറയുന്നത്, പക്ഷേ നമുക്ക് പരിചയം കൊണ്ട് അതറിയാം. ഇതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പോൾ ഇതാണ് ഒരു പുരുഷൻ ഒരു കുടുംബത്തിൻ്റെ നാഥൻ ചെയ്യേണ്ടത്. എൻ്റെ കുടുംബം ഇങ്ങനെ പോയാൽ 1 കൊല്ലം കഴിയുമ്പോൾ എവിടെ ചെല്ലും? 5 കൊല്ലം ഞങ്ങളിങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ ഈ കുടുംബം എവിടെ ചെല്ലും? 10 കൊല്ലം ഞങ്ങളിങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ എവിടെ ചെല്ലും എന്ന് ചിന്തിക്കാനും അതനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാനും അല്ലെങ്കിൽ എടുത്ത തീരുമാനങ്ങൾ മാറ്റാനും പുരുഷൻ തയ്യാറാവണം. അത് വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. ഒരു സ്വാർത്ഥനായ വ്യക്തിക്ക് അത് ചെയ്യാൻ ഒക്കത്തില്ല. ഇപ്പോൾ സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യം മാത്രമേ നോക്കുള്ളൂ. എനിക്ക് രാവിലെ കാപ്പി കിട്ടിയോ, എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയോ, എനിക്ക് സമയത്ത് ഭക്ഷണം കിട്ടിയോ, എനിക്ക് ഉച്ച കഴിഞ്ഞൊന്ന് ഉറങ്ങണം, അതിന് തടസ്സമുണ്ടോ, രാത്രിയിൽ എനിക്ക് സുഖമായിട്ട് ഉറങ്ങും, ഇതാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ കുടുംബത്തെ നയിക്കുക എന്നത് ദുഷ്കരമാണ്. തീർച്ചയായിട്ടും പറ്റില്ല. കുടുംബത്തെ നയിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയുടെ കാര്യം,
എൻ്റെ മക്കളുടെ കാര്യം. ഇതാണല്ലോ ബേസിക്കലി കുടുംബം എന്ന് പറയുന്നത്. ഇനിയുണ്ട് എക്സ്റ്റെൻഡഡ് ഫാമിലിയുണ്ട്, അവരുടെ ഉത്തരവാദിത്വം ചിലപ്പോൾ നമുക്ക് വരും, അതും നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ ഒരു തലയായ പുരുഷന് ശ്രദ്ധ വേണം. പുരുഷൻ തലയാണെന്ന് പറയുന്നത് വളരെയധികം ആളുകൾ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുകയാണ്, അവരുടെ കാര്യം നടക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുകയാണ്. എന്നാൽ ബൈബിളിൽ പുരുഷനെക്കുറിച്ച് പറയുന്നത് അവൻ സാക്രിഫിഷ്യലായിട്ട് അത് അവൻ്റെ സ്വയ സൗകര്യങ്ങൾ ത്യാഗം ചെയ്ത് കുടുംബത്തെ സ്നേഹിക്കണം, കുടുംബത്തിന് വേണ്ടി കരുതണമെന്നാണ്. ഈ കുടുംബത്തിന് ബൈബിൾ ഇത്രയധികം പ്രാധാന്യം നൽകുന്നതിന് ഒരു കാരണമുണ്ട്. അത് പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ദൈവത്തിന് കർത്താവായ യേശു ക്രിസ്തുവും അവൻ്റെ സഭയും തമ്മിലുള്ള ബന്ധം ഏറ്റവും തീക്ഷ്ണമായ സ്നേഹബന്ധമാണ്. അപ്പോൾ അതിലും വലിയൊരു ബന്ധം ഇല്ല, ഈ പ്രപഞ്ചത്തിലില്ല. ആ നിലയിലാണ് ബൈബിൾ ആ കാര്യത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്, ക്രിസ്തുവിന് സഭയോടുള്ള സ്നേഹം. അപ്പോൾ ഇതിന് ഉദാഹരണമായിട്ട് മനുഷ്യബന്ധങ്ങളിൽ നോക്കിയിട്ട് ഒരു കാര്യം മാത്രമേ, അത് ഒരു ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഇത് ഭർത്താവ് ഭാര്യ ഇങ്ങനെ സ്നേഹിക്കണമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ മാനുഷികമായ നിലയിൽ മനുഷ്യൻ്റെ ബലഹീനതകൾ നിമിത്തം ആ ഒരു തീക്ഷ്ണമായ സ്നേഹം മനുഷ്യന് പ്രകടിപ്പിക്കാൻ സാധിക്കാത്തതുകൊണ്ടായിരിക്കാം അത് എഴുതിയിരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ അവിടെ തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ക്രിസ്തുവിനെ സഭയെ ഉദ്ദേശിച്ചത്ര ഇത് പറയുന്നത്. എന്ന് വെച്ചാൽ അതിലും വലിയൊരു സ്നേഹബന്ധം ഇല്ല. പക്ഷേ അതിന് ഒരു ഉദാഹരണം ഞാൻ മനുഷ്യരുടെ ഇടയിൽ നോക്കിയാൽ അത് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ സ്നേഹിക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നവർ. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, പുരുഷൻ ഭാര്യയെ സ്നേഹിക്കണമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു സഭയെ സ്നേഹിച്ച പോലെ സ്നേഹിക്കണമെന്നാണ്. അപ്പോൾ ക്രിസ്തു സഭയെ സ്നേഹിച്ചത് തൻ്റെ സ്വന്തം ശരീരം ഗിവപ്പ് ചെയ്തു, തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായ ഒരു ഭർത്താവിൻ്റെ ചിത്രമാണ് ക്രിസ്തു സഭയും തമ്മിലുള്ളത് കാണിക്കുന്നത്. അങ്ങനെ ഒരു ഭർത്താവ് ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. കാരണം ഭാര്യയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായ ഭർത്താവ് മരിച്ചല്ലോ. അപ്പോൾ അത് ഭൂമിയിൽ കാണാൻ പറ്റാത്തൊരു കാര്യമാണത്. പക്ഷേ അതാണ് ഒരു ഭർത്താവിനെ കുറിച്ച് ബൈബിൾ ഉദ്ദേശിക്കുന്നത്. അതായത് സാക്രിഫിഷ്യലായിട്ട് എൻ്റെ സൗകര്യങ്ങൾ, എൻ്റെ സുഖ സൗകര്യങ്ങൾ ഞാൻ ത്യാഗം ചെയ്ത് എൻ്റെ ഭാര്യയെ സ്നേഹിക്കും. നമ്മുടെ നാട്ടിൽ സാധാരണ ആളുകൾ പറയും അവനൊരു പേങ്കോന്തന, അല്ലെങ്കിൽ ഭാര്യയുടെ പുറകെ നടക്കുന്നതൊക്കെ. പക്ഷേ ബൈബിൾ അനുസരിച്ച് ഒരാൾക്കും ഭാര്യയെ അമിതമായി സ്നേഹിക്കാൻ കഴിയില്ല. എത്ര സ്നേഹിച്ചാലും ഇത് പോലെന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ വേറൊരു ഉത്തരവാദിത്വം ഇതാണ്, ഭാര്യയെ സ്നേഹിക്കുക. ഇത് വളരെ ലളിതമായിട്ട് നമുക്ക് പറയാൻ പറ്റും. സ്നേഹിക്കാതെ ഇപ്പം എന്നാ, ഇപ്പോൾ കല്യാണങ്ങളൊക്കെ നടക്കുമ്പോൾ ചില ആളുകൾ പ്രസംഗിക്കുമല്ലോ. അപ്പോൾ അവിടെ പറയും ഭാര്യയെ സ്നേഹിക്കണമെന്ന്. മണവാട്ടി മേക്കപ്പ് ഒക്കെ ഇട്ട് അതീവ സുന്ദരിയായിട്ടാണ് വരുന്നത്. അത് സുന്ദരിയായിട്ടിരിക്കുന്ന അവളെ നോക്കിയിട്ട് പ്രസംഗിക്കുകയാണ്, നീ ഭാര്യയെ സ്നേഹിക്കുകയെന്ന് പറയുമ്പോൾ ഇതെന്ത് മണ്ടത്തരായി പറയുന്നതെന്നാണ് ഭർത്താവിൻ്റെ മനസ്സിൽ തോന്നുന്നത്. ഇത്രയും സുന്ദരിയായ ഒരു സ്ത്രീയെ എങ്ങനെ സ്നേഹിക്കാതിരിക്കും, അവളെ കാണാൻ എന്ത് ഭംഗിയാണ് എന്നാണ് മനസ്സിൽ വരുന്നത്. പക്ഷേ ഒരു കല്യാണ ദിവസത്തെ കാര്യമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ വേഷമൊക്കെ അങ്ങ് കഴിച്ചു വെക്കും, മേക്കപ്പൊക്കെ അങ്ങോട്ട് മാറും. ഒരാഴ്ച കഴിയുമ്പോൾ തനി നിറം പുറത്ത് കാണും. അപ്പോൾ എൻ്റെ ഭാര്യ ഇത്ര സുന്ദരിയാണ്, സിനിമാ നടിയെപ്പോലെയാണ് ഇരുന്നതെന്ന് തോന്നുന്നു, അത് അവളാണോ ഈ പറയുന്നത്, അവളാണോ ഈ നിൽക്കുന്നത് എന്ന് ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ തോന്നും. ചിലപ്പോൾ ഒരു മാസം, ചിലപ്പോൾ ചില വർഷങ്ങൾ കഴിയുമ്പോൾ ആ സൗന്ദര്യമൊക്കെ പോയി. അന്നത്തെ സൗന്ദര്യമൊന്നുമില്ല, അന്നത്തെ ആരോഗ്യമില്ല, അതൊക്കെ പോയി കഴിയുമ്പോഴും ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. അത് അവൾക്ക് എന്ത് ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല, അവൾ നല്ല കറി വെച്ച് തരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല, അവൾ എൻ്റെ തുണി തേച്ച് തരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല,
അവൾ എന്നോട് വഴക്കുണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഞാനൊരു ഉടമ്പടി ചെയ്തു. ഞാൻ ഈ ഭാര്യയെ സ്നേഹിക്കുന്നു. അത് കല്യാണ ദിവസത്തെ കാര്യമല്ല, ഇവളെ മാത്രം സ്നേഹിക്കും. ഇവളെ മാത്രം സ്നേഹിക്കും. ഈ സ്നേഹം പകരം എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടുള്ളതല്ല. പുതിയ നിയമത്തിൽ സ്നേഹം എന്നുള്ള വാക്കിന് അതിൻ്റെ ഒറിജിനൽ ഭാഷ, ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന അഗപ്പെ എന്ന് പറഞ്ഞൊരു വാക്കാണ്. പലരും പറയുന്നത് ആ വാക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യരുതായിരുന്നു, അത് അങ്ങനെ തന്നെ എഴുതണമെന്നാണ്. കാരണം എന്ത് കാര്യത്തിൽ കണ്ടാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എനിക്ക് പലരും ഇഷ്ടത്തെയാണ് സ്നേഹം എന്ന് പറയുന്നത്. എനിക്ക് നീല കളർ ഇഷ്ടമാണ്, അല്ലെങ്കിൽ മഞ്ഞ കളർ ഇഷ്ടമാണ്, പായസം ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എനിക്കത് എൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതല്ല. എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെ ചെയ്യുമ്പോഴും ഞാൻ അവളെ സ്നേഹിക്കാൻ കമ്മിറ്റഡാണ്. അപ്പോൾ ഒരു ഭർത്താവിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സാക്രിഫിഷ്യലായിട്ട് തൻ്റെ ഭാര്യയെ സ്നേഹിക്കുക എന്നാണ്. അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. അത് ഒരിക്കലും പരിപൂർണമായി ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ബൈബിൾ അത് നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നുണ്ട്. ആദ്യം തന്നെ പറയുന്നുണ്ടല്ലോ, പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇവരും ഒരു ദേഹമായി തീരും. അപ്പോൾ അവൻ്റെ മറ്റുള്ള എല്ലാ പ്രയോറിറ്റീസും മാറ്റി വെച്ചിട്ട് ഭാര്യ ഒന്നാമത്തെ പ്രയോറിറ്റി ആകുന്നു, അവളെ സ്നേഹിക്കുന്നു. ഇനി മറ്റൊരു കാര്യം, ബൈബിളിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ള വാക്യം അതാ, പുരുഷനെ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും എന്ന ആ വാക്യം എനിക്ക് തോന്നുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്, സുവിശേഷങ്ങളിലുണ്ട്, ലേഖനങ്ങളിലുണ്ട്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ കാര്യം. അപ്പോൾ പുരുഷൻ ഭാര്യയോട് പറ്റിച്ചേരുക, അവൻ്റെ പ്രയോറിറ്റി അവൻ്റെ ഭാര്യയായി തീരുക, മാത്രമല്ല ത്യാഗപൂർണമായി അവളെ സ്നേഹിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ഉത്തരവാദിത്തമേ ഉള്ളൂ, സ്വയം ത്യജിച്ചുകൊണ്ട് ഭാര്യയെ സ്നേഹിക്കുക. അത് പുരുഷൻ്റെ ഒരു വലിയ ഉത്തരവാദിത്തമാണ്.